കളിമണ്ണ് പോലെ പണിയണേ നാഥ. ഹല്ലേലൂയ. നമ്മളൊക്കെ കർത്താവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ്. കുശവൻ എങ്ങനെയാണ് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പാത്രത്തെ മെനഞ്ഞെടുക്കുകയാണ്. അതുപോലെ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. കർത്താവിന് നമ്മളെ ഇഷ്ടമുള്ളതുപോലെ കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ നമ്മളെ പണിതെടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പണിതെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന നമ്മളെ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയുമ്പോൾ മണ്ണിനൊരിക്കലും ആ ചെളിക്കൊരിക്കലും കർത്താവിന്റെ മുമ്പിൽ വാദിക്കുവാൻ പറ്റില്ല. അയ്യോ, എന്നെ ഇങ്ങനെ പണിയണ്ട, എന്നെ അങ്ങനെ പണിയണ്ട, എന്നെ വേറെ രീതിയിലാക്കൂ, എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു അവകാശം കളിമണ്ണിനില്ല. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ആ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ, ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഓരോ വ്യക്തികളും ഇരിക്കുന്നു. നമുക്ക് പിതാവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ പിതാവ് പണിയും. ആമേൻ, സ്തോത്രം. ഇഷ്ടമുള്ള പാത്രമാക്കി കർത്താവ് നമ്മളെ മാറ്റി തീർക്കുന്നുണ്ടാകും. ആ കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർക്ക് നമ്മൾ പാടുന്ന പാട്ടുകളുടെ അർത്ഥം മനസ്സിലാക്കണം. നമുക്ക് കൂടെ ഒരു പക്ഷെ പാടുവാൻ അറിയില്ലായിരിക്കാം, ശ്രുതിയില്ലായിരിക്കാം, താളമില്ലായിരിക്കാം. എങ്കിലും അതിൽ പറയുന്ന അർത്ഥങ്ങളെ നമ്മൾ ഓർത്തു നോക്കണം. കർത്താവ് നമുക്കായി ചെയ്തു തന്ന നന്മകൾ, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, നമുക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നത്, ഇതൊക്കെയും നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ പാട്ടുകൾ, നമ്മുടെ സ്തോത്രങ്ങൾ, നമ്മുടെ ഹല്ലേലൂയ, ദൈവത്തിനെ സ്തുതിക്കുന്നത്, ഇതൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുവാൻ തയ്യാറാകണം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള ദൈവത്തെയാണ്. ആമേൻ, സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനാണ് ദൈവം. ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ യോഗ്യതയുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കാതെ ഇരിക്കുന്നത്, നമ്മൾ പുറന്തള്ളി കളയുന്നത് എത്രമാത്രം നിന്ദയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പിതാവിനെ അറിഞ്ഞ് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായവനെ നമ്മൾ ആരാധിച്ചു മഹത്വപ്പെടുത്താം. നമ്മുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അവൻ നമ്മളെ എത്രമാത്രം കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം പാപം നിറഞ്ഞ, ആമേൻ, സത്യദൈവത്തെ തിരിച്ചറിയാതെ നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച പാതയിലൊക്കെ പോകുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, വേദപുസ്തകം ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് കരയുന്ന നമ്മുടെ കർത്താവ്, നമ്മളെ ഓർത്ത് കരയുന്ന നമ്മുടെ കർത്താവ്, ഒരു പക്ഷേ ഈ ലോകത്തിലായിരിക്കുന്ന മാതാവോ പിതാവോ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ കരയുന്നുണ്ടാകില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പാപത്തെ ഓർത്ത് ഹല്ലേലൂയ, സ്തോത്രം, കണ്ണുനീർ വാർക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പൊ ആ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ പൊക്കൊണ്ടിരുന്ന പാതയിൽ നിന്നൊക്കെയും നമ്മളെ തിരിച്ചു വിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തിയ അവന്റെ വൻ കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യണം. ദൈവത്തെ നമ്മൾ സ്തുതിക്കണം, നമ്മൾ ദൈവത്തെ വാഴ്ത്തണം. ആമേൻ, സ്തോത്രം. നമ്മുടെ ആയുസ് നമുക്കറിയാം. നമുക്ക് ഏറിയാൽ കുറച്ച് നാളാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. നമ്മൾ പരദേശികളാണ്, അല്ലെ? ഹല്ലേലൂയ. നമ്മുടെ ദേശം ഇവിടെയാണോ? അല്ല, നമ്മളുടെ ദേശം ഇവിടെയല്ല. നമ്മൾ പരദേശികളാണ്. നമ്മുടെ സ്വന്തം ദേശം സ്വർഗത്തിലാണ്, നമ്മുടെ പിതാവിന്റെ കൂടെയാണ്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ കൂടെ. ആമേൻ, സ്തോത്രം. ആ പിതാവിനൊപ്പം വാസം ചെയ്യേണ്ടുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്ന അവന്റെ വൻ കൃപയോർക്ക് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.